പോയി കുറെ ഏജന്റുമാരൊക്കെ പറ്റിച്ചെന്നേ. എന്റെ അവസ്ഥ ഈ സിനിമയ്ക്ക് ശേഷം ഭയങ്കര ഭീകരം. ഞാൻ എവിടെയും ഇല്ലല്ലോ, ഞാൻ ഈ സിനിമ വിൽക്കാൻ വേണ്ടി ഓട്ടത്തിലാണ്. അതിന് അവർക്ക് കുറെ മാനദണ്ഡങ്ങളുണ്ട്. പിന്നെ അവിടെ നമ്മളെ കുറെ ആൾക്കാർ വന്നു സിനിമ വിറ്റ് തരാന്നെല്ലാം പറഞ്ഞ് കൊണ്ടുപോയി. അത് നടന്നില്ല. വല്ലാത്തൊരവസ്ഥ. കുറെ ഏജന്റുമാരെ കൂടി പറ്റിച്ചു. പിന്നെ ഒരു OTT പ്ലാറ്റ്ഫോമിന്ന് പടം എടുക്കാന്ന് പറയുമ്പോ ഇവിടുത്തെ ആരാന്നെനിക്കറിയാം, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരാള് വിളിച്ചിട്ട് പറഞ്ഞു ആ പടം എടുക്കണ്ടത്. അവരായിട്ട് പാര വെച്ച്. നമ്മളിപ്പോൾ എല്ലാ സിനിമയും കാണുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ നമ്മളൊരു കുറേ സിനിമകൾ കണ്ടപ്പോൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നിട്ട് അതുപോലെ തന്നെ സംഭാഷണം കിട്ടി, അതുപോലെ തന്നെ നല്ല നല്ല റോളുകൾ കിട്ടി, അങ്ങനെ കയറിപ്പോകുന്ന കുറേ നടന്മാരുണ്ടായിട്ടുണ്ട്. നമ്മുടെ ജോജി ജോർജൊക്കെ അതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു വലിയ നടനായിട്ട് മാറി. അതുപോലെ തന്നെയാണ് നമ്മളൊരു പയ്യനെ കാണാറുണ്ട്. ആ പയ്യൻ്റെ പേരാണ് സുബീഷ് സ്തുതി എന്നാണ് അവൻ്റെ പേര്. അപ്പം നമ്മളിങ്ങനെ ഓരോ സിനിമകളിലും കാണും. അപ്പോൾ ഇങ്ങനെ സൈഡ് റോളിൽ അതുപോലെ തന്നെ ഡയലോഗ് കിട്ടും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു വാർത്ത കേട്ടിരിക്കുന്നു, സുബീഷ് 2 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമ്മൾ ഈ സിനിമയുടെ ബാക്കിലെ കാര്യങ്ങളൊന്നും നമ്മൾ അന്വേഷിക്കാറില്ലല്ലോ. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കാണുമ്പോൾ മാത്രമേ നമ്മളതിനെ പറ്റി ചിന്തിക്കാറ്. 80ഓളം ചിത്രങ്ങളിൽ വേഷമിട്ട വ്യക്തിയാണ് ഇദ്ദേഹം. എന്തിനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്? അതാണ് നമ്മൾ ഇതിന് പരിശോധിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് കൂട്ടുകാരൊക്കെ സിനിമയിൽ വരുമ്പോൾ ക്യാമറമാനായിട്ട് പരിചയപ്പെടും, ഡയറക്ടേഴ്സായിട്ട് പരിചയപ്പെടും, നടന്മാരായിട്ട് പരിചയപ്പെടും. അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ടാവും. ആ ബന്ധങ്ങൾ വെച്ച് കൂട്ടുകാരെല്ലാവരും പറഞ്ഞു നീ ഒരു സിനിമ എടുക്കണം, ഇപ്പോൾ സിനിമ എടുത്താൽ നല്ല ലാഭമാണ്, OTTയിൽ വിൽക്കാം, സാറ്റലൈറ്റ് വിൽക്കാം, അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മുടെ മുടക്കുമുതൽ തിയേറ്ററിൽ കളിച്ചില്ലെങ്കിൽ നമുക്ക് തിരിച്ചു പിടിക്കാം. തിയേറ്ററിൽ ഒരാഴ്ച കളിച്ചാലും 3 ദിവസം കളിച്ചാലും 4 ദിവസം കളിച്ചാലും മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പയ്യനാച്ചന സിനിമ എന്ന് പറഞ്ഞാൽ ഭ്രാന്തായിട്ട് നിൽക്കുന്ന ആളാണ് ഈ സുബീഷ്. അവൻ എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ വീട് പണയം വെച്ചു, അവൻ്റെ സകല സ്വത്തുക്കളും പണയം വെച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവനൊരു സിനിമ അങ്ങോട്ട് എടുത്തു. അപ്പോൾ ഇത് കൂട്ടുകാരെ വാക്ക് കേട്ട് അതുപോലെ തന്നെ ഓരോരുത്തരും പറയണം കേട്ട് നിങ്ങൾ ആരും സിനിമ എടുക്കാനായിട്ട് ഇറങ്ങി തിരിക്കരുത്. അത് വലിയൊരു ഇതുപോലെ തന്നെ ഇപ്പോൾ ഒരു ആത്മഹത്യയിലൊക്കെ നിങ്ങൾ വരും. അപ്പോൾ ഒരു സിനിമ എടുത്തു, ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് പറഞ്ഞിട്ടാണ് സിനിമ എടുത്തത്. അതിലത്തെ നായകനും ഇവൻ തന്നെയായത്. അപ്പോൾ അതിലെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിട്ട് സെൻസർ ബോർഡിൻ്റെ അവിടെ നിന്ന് സെൻസർ കുറേ കത്രികയൊക്കെ വെച്ച് ആ പടത്തിൻ്റെ നല്ല നല്ല ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ ഈ സിനിമ റിലീസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ കംപ്ലീറ്റ് വർക്ക് നടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ തിരക്കഥാകൃത്ത് മരിച്ചു. ഇതൊക്കെ ഈ സിനിമയ്ക്ക് ഭയങ്കര തിരിച്ചടിയായി. പടം തിയേറ്ററിൽ വന്നപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് നാശകോശമായിട്ട് പോയി. എന്താ കാരണത്തിന് പ്രേമലു അങ്ങനെ വലിയ വലിയ പടങ്ങളുടെ ഇടയിൽ ഇത് കൊണ്ടിട്ടു. ആകെ 10 തിയേറ്ററിൽ കളിച്ചു, അവിടെ ഒന്നും മാറ്റിനി പോലും കളിച്ചില്ല. 10 രൂപ പോലും തിരിച്ച് കിട്ടാനായിട്ട് യാതൊരു സാധ്യതയില്ല. OTTയിൽ പടം വിറ്റില്ല, സാറ്റലൈറ്റ് പടം വിറ്റില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം ഈ ഇദ്ദേഹത്തിൻ്റെ വീട് ജപ്തി വന്ന് ഒട്ടിച്ചു. അതോടുകൂടിയിട്ട് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പോഴേക്ക് നാട്ടുകാരൊക്കെ കണ്ടു, 1 പ്രാവശ്യം രക്ഷിച്ചു, വീണ്ടും ആത്മഹത്യക്ക് ശ്രമിച്ചു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ പഠിക്കാൻ കുറച്ച് കാശ് ഇവർ കൂട്ടുകാരൊക്കെ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. തിരിച്ച് കിട്ടേണ്ട, അതിനെ പടം വിജയിച്ചാൽ തന്നാൽ മതി പറഞ്ഞിട്ട് അന്നത്തെ കാലത്ത് കൊടുത്താണ്. പടം ഇങ്ങനെയൊക്കെ ആയോടുകൂടിയിട്ട് അവരൊക്കെ കാശ് തിരിച്ചു ചോദിച്ചു. അവരൊക്കെ കേസും കൊടുത്തു, ജയിലിലും കിടന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കൂട്ടുകാരൊക്കെ ഉണ്ടായുള്ളൊരു ഗുണങ്ങൾ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അതൊക്കെ കൂടി അവർക്ക് പിന്നെ ജീവിക്കാൻ പറ്റാണ്ടായി. അപ്പോൾ അങ്ങനെ മൂപ്പര് ആത്മഹത്യ ചെയ്തു. 2 പ്രാവശ്യം ആത്മഹത്യയിൽ നിന്ന് മൂപ്പര് രക്ഷപ്പെട്ടു. അതോടുകൂടിയിട്ട് നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ എറണാകുളത്തെ ആ ഒരു ലേഡി, ഹേമാന്നാണ് പേര്, ആ ലേഡി ഇടപെട്ടിട്ട് പറഞ്ഞു, കൊടുക്കാനുള്ള കടക്കാരോട് എല്ലാവരും വിളിച്ച് പറഞ്ഞു നിങ്ങൾ ഇനി ബുദ്ധിമുട്ടിക്കരുത്, അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടാക്കിയിട്ട് അവൻ നിങ്ങൾക്ക് തിരിച്ചു തരും. നിങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണല്ലോ ഈ സിനിമയ്ക്ക് വേണ്ടി അവനോട് കാശ് മുടക്കിയത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സമാധാനമായിട്ട് അവനെ ബുദ്ധിമുട്ടിക്കരുതെന്നുള്ള ഉറപ്പ് കൊടുത്തു. ആരും കടം ചോദിച്ചവർ പിന്നെ തിരിച്ച് ചോദിക്കാണ്ട് ഉള്ള രീതിയിൽ അദ്ദേഹം ആ മേടാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാങ്കിലത്തെ കടം തീർക്കാൻ ചെന്നെങ്കിൽ എളുപ്പമല്ല. അപ്പോൾ അതിന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് സഹായിക്കാൻ പറ്റാവുന്നവർ സഹായിക്കുക എന്നുള്ള നിലയിലുള്ള ഒരു പോസ്റ്റാണ്. പക്ഷേ അതിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് അഡ്രസ്സോ ഫോൺ നമ്പറോ അല്ലെങ്കിൽ ബാങ്ക് അതൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ അറിയുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സഹായം കിട്ടിയാൽ നല്ലതാണെന്ന് അവനൊരു പ്രതീക്ഷയുണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട്. അപ്പോൾ ഇനിയെങ്കിലും ഈ ഒരു അനുഭവം വെച്ചിട്ട് നിങ്ങളാരും സിനിമ എടുക്കാനായിട്ട് നക്കാപ്പിച്ചും കൊണ്ട് ഇറങ്ങി തിരിക്കരുത്. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കടലാണ്.
ആ കടലിലേക്ക് നമ്മളൊന്നും എടുത്ത് ചാടാണ്ടിരിക്കാൻ നല്ലത്.